ബംഗാളിൽ മമതാ ബാനർജിയും മമതയുടെ രാഷ്ട്രീയവും വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് എന്ന് നമുക്കറിയാം. എന്നാൽ ഇതിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്ലൈമാക്സ്, ഏറ്റവും അവസാനമുണ്ടായിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് BJPയോട് നന്ദി പറയുന്നു എന്നുള്ളതാണ്. ഈ കാര്യം വിശദമാക്കണമെങ്കിൽ ബംഗാളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, ഈ അടുത്ത ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നതോടുകൂടി മമതാ ബാനർജിയുടെ പാർട്ടി വലിയ തോതിലുള്ള തിരിച്ചടി നേരിടുകയാണ്. പ്രവർത്തകർ വലിയ തോതിൽ, നേതാക്കന്മാർ വലിയ തോതിൽ BJPയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആക്രമിക്കപ്പെടുന്നു. വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധം തൃണമൂൽ കോൺഗ്രസിനെതിരെ ഉയരുന്നു. ഈ സമയത്ത് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ട CPIയും കോൺഗ്രസും ആകട്ടെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിലാണ്. കാരണം മമത ഭരണത്തിലിരുന്ന കാലത്തൊക്കെ കോൺഗ്രസിനോ അല്ലെങ്കിൽ CPIഎമ്മിനോ സ്വതന്ത്രമായി പ്രവർത്തിക്കാവുന്ന സാഹചര്യം ബംഗാളിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ BJP അധികാരത്തിലേറ്റ സാഹചര്യത്തിൽ അത്തരം ഒരു ബുദ്ധിമുട്ടില്ല. കോൺഗ്രസിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ CPIഎമ്മിന്റെ പാർട്ടി ഓഫീസുകളൊക്കെ തൃണമൂൽ കോൺഗ്രസ് പിടിച്ചു വച്ചിരിക്കുകയോ അല്ലെങ്കിൽ CPIഎമ്മിന് ഉപയോഗിക്കാൻ പറ്റാത്ത വിധം താഴിട്ട് പൂട്ടിയിരിക്കുകയോ ചെയ്യുകയായിരുന്നു. ആ താഴുകളെല്ലാം തുറക്കപ്പെട്ടു. അങ്ങനെ അത് പാർട്ടികൾക്കെല്ലാം അവരുടെ പാർട്ടി ഓഫീസുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ മമതയുടെ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാൻ ഒരു പാർട്ടിയും, തൃണമൂൽ കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയും ഇല്ല എന്നുള്ളതാണ് ബംഗാളിലെ സ്ഥിതി. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ നിയമവിരുദ്ധമായി കടന്നെത്തിയ നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിരുന്നത് എന്ന വാസ്തവം പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്നത്, തൃണമൂൽ കോൺഗ്രസിന് അകത്ത് സംഭവിക്കുന്ന സാഹചര്യം എന്താണ്, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ചാൽ, വലിയ വിഭാഗം നേതാക്കന്മാർ മമതാ ബാനർജിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ മമതാ ബാനർജിയുടെ അനന്തരവനായിട്ടുള്ള അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും, ചെറിയൊരു വിഭാഗം നേതാക്കന്മാർ മാത്രം തൃണമൂൽ കോൺഗ്രസ് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരുമില്ല എന്നുള്ള സ്ഥിതി. എന്തായാലും ഇത് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. തൃണമൂൽ കോൺഗ്രസിലെ 2 MLAമാരെ ഇന്നലെ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ വാർത്ത. ഇതിനുള്ള കാരണമാകട്ടെ, പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസ് സ്പീക്കർക്ക് ഒപ്പിട്ട് നൽകിയ MLAമാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന തങ്ങളുടെ ഒപ്പ് തങ്ങളുടേതല്ല എന്ന് ഈ 2 MLAമാർ പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം. വ്യാജ ഒപ്പിടുകയായിരുന്നു എന്ന് സ്പീക്കർക്ക് ഇവർ പരാതി നൽകി. എന്നാൽ എങ്ങനെയാണ് സ്പീക്കർക്ക് ഇങ്ങനെ ഒരു പരാതി നൽകുക എന്നതാണ് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഉയർത്തുന്ന ചോദ്യം. ഇങ്ങനെ ആക്ഷേപമുണ്ടെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനകത്ത് മറ്റേത് പാർട്ടിയിലും എന്നതുപോലെ പല പ്രശ്നങ്ങളും ആഭ്യന്തരമായിട്ടുണ്ടാകും. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ സ്പീക്കർക്ക് പരാതി കൊടുക്കുകയാണോ വേണ്ടത്? ഇത്തരത്തിൽ സ്പീക്കർക്ക് നൽകിയ പരാതിയാകട്ടെ പുറത്തു പറഞ്ഞത് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ്. അതിനാണ് സുവേന്ദു അധികാരിയോട് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നന്ദി പറഞ്ഞിരിക്കുന്നത്. പാർട്ടി നേതൃത്വം പറയുന്നത് ഇത്തരത്തിലൊരു കാര്യം, ഇത്തരത്തിലൊരു കാപട്യം തങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന 2 പേർ നടത്തി എന്ന് തുറന്നു പറഞ്ഞത് നന്നായി, അതുകൊണ്ട് BJPക്ക് നന്ദി അറിയിക്കുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ 2 MLAമാർ മാത്രമല്ല, 14 MLAമാർ, ആകെയുള്ള 80 MLAമാരിൽ 14 പേർ പറയുന്നത് തങ്ങളുടെ വ്യാജ ഒപ്പിട്ടാണ് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ തൃണമൂൽ കോൺഗ്രസ് സ്പീക്കർക്ക് കത്ത് നൽകിയത് എന്നാണ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർത്തു തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ. എന്നാൽ ആകെയുള്ള 80 MLAമാരിൽ ആകെ കൂടെ 20 പേർ മാത്രമാണ് പങ്കെടുത്തത്. ഇതിനോട് മമതാ ബാനർജി പ്രതികരിച്ചതാകട്ടെ അതിനേക്കാളും രസകരമാണ്. മമതാ ബാനർജി പറയുന്നത് തങ്ങളുടെ MLAമാരെ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നു, സംസ്ഥാന പോലീസിന്റെ സഹായത്തോടു കൂടി ആരൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആരാണെന്നോ എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത് എന്നോ വ്യക്തമാക്കുന്നില്ല. അതോടൊപ്പം മറ്റൊരു കാര്യം, തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത് ഇത് അധികാരം നഷ്ടപ്പെടുമ്പോഴേക്കും ഇവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ തന്നെ MLAമാരിൽ വിശ്വാസമില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ആ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഏതായാലും ഈ പറഞ്ഞ രീതിയിൽ 14 MLAമാർ തങ്ങളുടെ ഒപ്പ് യഥാർത്ഥ ഒപ്പല്ല, സ്പീക്കർക്ക് നൽകിയ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒപ്പ് തങ്ങളുടേതല്ല, വ്യാജ ഒപ്പാണ് എന്ന് പറഞ്ഞതോടുകൂടി അതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി അഭിഷേക് ബാനർജിയോട് തന്നെ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഹാജരായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഈ 14 MLAമാരും ചെയ്തത് അവരറിഞ്ഞുകൊണ്ടല്ല അവരുടെ ഒപ്പ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്ന് പുറത്തു വരുന്ന പക്ഷം തൃണമൂൽ കോൺഗ്രസ് അടുത്ത പ്രതിസന്ധിയിലേക്കായിരിക്കും സ്വാഭാവികമായിട്ടും കടക്കുക.